ഇതാണ് കേട്ടോ എൻ്റെ കിച്ചൺ. അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല എനിക്കിവിടെ നിൽക്കാനായിട്ട്. വേഗം വന്ന് എന്തെങ്കിലും വേഗം സ്പീഡിൽ വേഗം ചെയ്തിറങ്ങി പോവുക, അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരാറായി. ഇപ്പോൾ 4 മണിയാകുമ്പോൾ വരും. അപ്പോൾ ഇന്ന് കണ്ണൻ്റെ പിറന്നാളല്ല, ബർത്ത്ഡേ ആണ്. നമ്മൾ പിറന്നാളാണല്ലോ ആഘോഷിക്കാറ്. ഞങ്ങളങ്ങനെ പിറന്നാളാണ്, നാള് വരുമ്പോഴേ ആഘോഷിക്കാറുള്ളൂ. അങ്ങനെ കാര്യമാക്കാറില്ല. പക്ഷെ പുള്ളിക്ക് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് ഭയങ്കര. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോ എന്തായാലും സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരാണെങ്കിൽ സേമിയ പായസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുണ്ടാക്കി വെക്കാം. വേറെ ഒന്നുമില്ല സ്പെഷ്യലായിട്ട് പിറന്നാളിന്, അല്ല ബർത്ത്ഡേയുടെ അന്ന്. പിറന്നാൾ വരുന്നത് നമ്മുടെ ഗാന്ധി ജയന്തിയുടെ അന്നാണ്. മുടക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസം. അപ്പൊ അത് കാരണം അന്ന് അവനെ കൊണ്ടൊന്ന് പുറത്തൊക്കെ പോയി ഒന്ന് സന്തോഷിപ്പിക്കുക. അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേക്ക് പിള്ളേരെ എവിടേക്കെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ വല്ല പാർക്കിൽ അങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോകും. പിന്നെ ഒരു കേക്ക് മുറിക്കും. നമ്മുടെ ഒന്നും കുഞ്ഞിലൊന്നും അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഇപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്നത് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതെ പായസം ഉണ്ടാക്കാന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല. ടൂറൊക്കെ കഴിഞ്ഞ് വന്ന് കാര്യമായിട്ടൊക്കെ വീഡിയോ ചെയ്യണമെന്നൊക്കെ പ്രതീക്ഷിച്ചതാണ്. അപ്പോൾ വലിയ കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ടൂർ കഴിഞ്ഞ് പോയപ്പോഴും വന്നപ്പോഴും പിള്ളേർക്ക് ചെറിയ ചിറാപ്പൊക്കെ ഉണ്ടല്ലോ വയ്യായയുടെ. അപ്പൊ കേറിയാണെങ്കിൽ കയ്യിൽ നിന്ന് ഇറങ്ങണില്ല. നമുക്ക് ആ വയ്യായയുടെ ക്ഷീണം കാരണം കൊണ്ട് എപ്പോഴും താഴെ ഇരിക്കണില്ല. ഞാൻ ഇപ്പൊ ഇത്തിരി നേരം അവള് TV ആണെന്നപ്പോ പായസം ഉണ്ടാക്കാൻ വന്നതാ. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ അതൊരു വീഡിയോ എടുത്തിട്ടാലോ. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ സേമിയ പായസം ഉണ്ടാക്കണോ. എളുപ്പത്തിൽ വെച്ചാൽ ഭയങ്കര എളുപ്പം. ഞാൻ അധികം നേരം ഇവിടെ നിൽക്കണ ടൈപ്പൊന്നല്ല, എനിക്ക് മടിയാണ്. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ടേസ്റ്റിൽ പെട്ടെന്ന് വേഗം ചെയ്ത് തീർക്കാം. അപ്പൊ നമുക്ക് വേണ്ട സാധനങ്ങൾ ഇതാട്ടെ കിച്ചൺ. 4 പേർക്കൊക്കെ ഉണ്ട്. വേഗം പണി തീർക്കാനാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം വേണ്ടത് സേമിയ. അങ്ങനെ നമുക്ക് വേണ്ട സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് പാല്, സേമിയോ ഒക്കെ വേറെ വേറെ സ്ഥലത്തല്ലേ ഇരിക്കണം. അപ്പോൾ അതിനൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണികൾ വേഗം തീരുമല്ലോ. പാലൊഴിച്ചൊരു പാത്രത്തിൽ വെച്ച് തിളയ്ക്കാനായിട്ട്. ഇത് ആദ്യം തന്നെ ഈ പണി ആദ്യം തന്നെ ചെയ്ത് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സേമിയ വറുക്കണം. വറുത്ത സേമിയ കിട്ടും. പക്ഷെ ഞങ്ങൾ വറുത്ത സേമിയ മേടിച്ചിട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം കൊടുക്കുന്നു. അപ്പോൾ അത് ആ പരിപാടി അവിടെ വെച്ച് നോക്കിയത്. സാധാരണ സേമിയ ഇതിപ്പോൾ കട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസിൻ്റെ ഇല്ലേ അങ്ങനത്തെ മേടിക്കും. അപ്പോൾ അതേ പാല് തിളച്ച് തുടങ്ങി. അപ്പോൾ എനിക്ക് ഇവിടെ പായസം വയ്ക്കുമ്പോൾ വെള്ളം പോലെ കിടന്നു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല. ഇച്ചിരി കുറുക്ക് വേണം. പായസം ആ ഒരു ഇതാണല്ലോ. അപ്പോൾ അത് ഇത് ആദ്യം തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ തിളച്ച് നമ്മൾ സിമ്മിലിട്ട് ചെറുതായി ആറുന്ന നേരം കൊണ്ട് ഇത് വേണ്ടുള്ളൂ. അതിനുള്ള നേരം ഇത് വേണ്ടു. അപ്പോൾ ഇത് ആദ്യം വെച്ചപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്. ഫുള്ളായിട്ട് ഇടുന്നില്ല, പകുതി പഞ്ചസാര ഇപ്പം ഇടുന്നുള്ളൂ. ബാക്കി പകുതി ലാസ്റ്റ് നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്. അപ്പോൾ നല്ല സ്മെല്ലും കിട്ടും, ചതയ്ക്കാനും നിൽക്കണ്ട. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ആദ്യം ഇടാം. അങ്ങനെ പാല് തിളച്ച് തുടങ്ങി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ പകുതി പഞ്ചസാര ഇട്ടൊന്ന് ഇളക്കി അടി പിടിക്കാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഇപ്പുറത്ത് ഇതിൽ ചെറിയ ഫ്ലെയിമിൽ ചെറുതായിട്ടൊന്ന് നമ്മുടെ സേമിയ ഒന്ന് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാട്ടോ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തത്. ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറിയാൽ മതി. എന്നിട്ട് അത് തീ ഓഫ് ചെയ്യാം. ഇതിനൊരു 2 ട്രിപ്പ് വെള്ളം ഒഴിച്ച് കഴുകുന്നുണ്ട് കേട്ടോ. കഴുകി വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒരിത്തിരി വെള്ളം ഒഴിച്ച് വയ്ക്കും ഇതിന്. അങ്ങനെ പാലൊന്ന് തിളച്ച് ഇതായി കുറുക്കി തുടങ്ങിയപ്പോഴേക്കും സേമിയ ഞാൻ 2 ട്രിപ്പൊന്ന് 2 or 3 ട്രിപ്പൊന്നും നല്ലതൊന്നും കഴുകി വെള്ളം ഊറ്റിക്കളഞ്ഞ് അത് ഈ പാലിലേക്ക് ഇടാൻ പോവാം കേട്ടോ. അപ്പോൾ ഇനി അധികം നേരം വേണ്ട. വെറുതെ സേമിയ ഇട്ട് കഴിഞ്ഞാൽ സേമിയ അതിൽ കിടന്ന് 2-3 തള തിളച്ച് കഴിയുമ്പോഴേക്കും അത് വേവും.
അപ്പം അത്രേ ഉള്ളൂ. സേമിയ പായസം അത്ര വലിയ സംഭവമല്ലല്ലോ. എൻ്റെ ക്യാമറ നല്ലോണം ഷേക്കാവുന്നത് എൻ്റെ കയ്യിൽ ഗൗരി വന്നു. അപ്പോഴേക്കും ഗൗരി ടി വി ആണെങ്കിൽ കഴിഞ്ഞ് അത് എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ അവളെ എടുത്തു പിടിച്ചുകൊണ്ടാണ് കേട്ടോ ഈ ക്യാമറ പിടിച്ചത്. അപ്പോൾ അത് കാരണകൊണ്ടാണ് ഇതിങ്ങനെ ഷിവർ ചെയ്യുന്നത്. ഇതേ അങ്ങനെ സേമിയൊക്കെ അതുകൊണ്ട് സേമിയ ഇട്ടു. ഇവിടെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരു കൈ കൊണ്ടുള്ള പരിപാടി നടക്കും. അങ്ങനെയില്ല, ഇതെന്തോ വാശി പോലെ ഇവിടെ തന്നെ ഇരിക്കും. ഇനി ഇവരെ നാളെ കുറുകി സെറ്റാകട്ടെ. ഒരു 10 മിനിറ്റ് ഒന്നും വേണ്ട. തീ അത്യാവശ്യം നല്ല ചൂട് വേഗം ആയിക്കോളെ. ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് ഈ സേമിയ പായസം. പായസത്തിൽ ഏറ്റവും എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത് ഇതാട്ടോ. വലിയ പണിയൊന്നുമില്ല, അധികം സാധനങ്ങളും വേണ്ട. മറ്റേതൊക്കെ ആണെങ്കിൽ നമ്മൾ തേങ്ങാപ്പാലൊക്കെ തേങ്ങയൊക്കെ പിഴിഞ്ഞ് ഇപ്പോൾ ഇൻസ്റ്റന്റ് പാലിന് തേങ്ങാപ്പാൽ കിട്ടും. പക്ഷെ പുളിയില്ല കേട്ടോ. പുളിയാന്ന് വെച്ചാൽ എനിക്കിഷ്ടമല്ല. നിങ്ങളത് വെച്ച് ഉണ്ടാക്കാറുണ്ടോ പായസം പറ്റിയൊക്കെ? ആ പാൽ വെച്ച് പായസം ഉണ്ടാക്കി അത്ര ശരിയാവും തോന്നുന്നു. അങ്ങനെ ഇത് തിളച്ചുകൊണ്ടിരിക്കുക. പായസം അങ്ങനെ അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു എളുപ്പപ്പണി ചെയ്യാം. എളുപ്പപ്പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പപ്പണി നല്ല സ്മെല്ലും പായസത്തിന് നല്ലൊരു സ്മെല്ലും കിട്ടാനായിട്ടൊരു ഐഡിയ പറഞ്ഞിട്ട് നമ്മൾ മിക്സിയുടെ ഈ ജാറിൽ കുഞ്ഞാറിൽ ഏലക്ക ഇടുന്നത്. ഏലക്ക നമ്മൾ അല്ലെങ്കിൽ ഇതിൻ്റെ തൊണ്ടിടെ പൊളിച്ച് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കഴിക്കുന്ന സമയത്ത് ഒരു ഡിസ്റ്റർബൻസ് അല്ലേ, ഇത് കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 2-3 ഏലക്ക, അതായത് നമ്മൾ പായസത്തിന് 3 ഏലക്ക മതി, ഒരുപാട് ഏലം കൊള്ളുന്നു. ഒരു 3 ഏലക്ക ചെറിയ ജാറിൽ. നമ്മൾ പായസത്തിൽ ആദ്യം പാലിൽ പഞ്ചസാര ഇട്ട് കുറച്ചല്ലേ ഇട്ടുള്ളൂ, പകുതി പഞ്ചസാര ആദ്യം ഇട്ടുള്ളൂ. അപ്പോൾ ബാക്കി പകുതി പഞ്ചസാരയും നമുക്ക് വേണ്ട മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും ഈ ഏലക്ക 2-3 എണ്ണം കൂടി ഇട്ടിട്ട് മിക്സിയുടെ കുഞ്ഞി ജാറിൽ നല്ലോണം ഒന്ന് അടിച്ചിട്ട് പൗഡറാക്കിയിട്ട് ലാസ്റ്റ് ഓഫ് ചെയ്യുന്ന ടൈമിൽ ഇതിട്ടിട്ട് ഒന്ന് അടച്ച് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഏലക്കയുടെ നല്ല സ്മെല്ല് ഇതിൻ്റെ ഉള്ളിൽ പായസത്തിൽ നിൽക്കും. നമുക്ക് കഴിക്കാൻ സമയത്ത് നല്ല സ്മെല്ലും ഉണ്ടാവും. പിള്ളേർ സ്കൂളിൽ ചെയ്തിട്ട് വരുമ്പോൾ പിള്ളേർക്ക് മനസ്സിലാവും പായസം വെച്ചിട്ടുണ്ട്, കാരണം നല്ല മണം വരും. അപ്പോൾ അതെ 3 ഏലക്ക മതി. അതിലും വീഡിയോ ഒക്കെ ഉണ്ടല്ലേ. ഈ ഏലക്കയുടെ കൂടെ പഞ്ചസാര ഇട്ട് അടിക്കണതിൽ വലിയ സംഭവമായിട്ടൊന്നും ഇല്ല കേട്ടോ. ഈ 3 ഏലക്ക 4 ഏലക്ക മാത്രം ഈ മിക്സിയുടെ ഇതിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും പൊടിയില്ല, അത് വെറുതെ അങ്ങനെ ഓടി നടക്കുള്ളൂ. അപ്പോൾ അത് കാരണം അതൊന്ന് നല്ലോണം പൗഡറായിട്ട് കിട്ടാനായിട്ട് പഞ്ചസാരയും കൂടെ അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ രണ്ടും കൂടെ ഒന്ന് പായസത്തിന് വേണ്ട സാധനം കൂടിയാണല്ലോ പഞ്ചസാര. അപ്പോൾ അതേ നല്ല പൗഡർ പോലെ കിട്ടി കണ്ട എളുപ്പം പണി കഴിഞ്ഞു. സ്മെല്ല് പുറത്ത് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കുണ്ടല്ലോ ചെറിയൊരു പണിയുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരി വറുക്കുക. അതിന് ഞാൻ അണ്ടിപ്പരിപ്പ് നിർത്തണം കേട്ടോ. അണ്ടിപ്പരിപ്പ് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ല. പിള്ളേർക്കൊക്കെ കണ്ട് ശത്രുതയാണ് അണ്ടിപ്പരിപ്പ്. നല്ലതൊന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ്. അതിന് പകരം മുന്തിരി, ഉണക്കമുന്തിരി ഭയങ്കര ഇഷ്ടമാണ്. വറുത്ത് ഇപ്പോൾ പായസത്തിലിട്ട് കഴിഞ്ഞാൽ ഉണക്കമുന്തിരി ഭയങ്കര ഇഷ്ടമാണ്. 2 പിള്ളേർക്കും അതെ. ഗൗരിയിൽ പിന്നെ നമ്മളങ്ങനെ ഗൗരിയുടെ ഇഷ്ടത്തിനനുസരിച്ചൊന്നും ഉണ്ടാക്കി ഇങ്ങനെ തുടങ്ങിയിട്ടില്ല. ഇതൊക്കെ ഈ വക ഐറ്റംസൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ മൂത്തവരെ 2 പേരെ കണക്കൂട്ടി ഉണ്ടാക്കാറ്. ഗൗരി കഴിക്കും. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ഇരട്ടിപ്പാടാണ്. അത് അവർ അതിൽ നിന്ന് കൊരി മാറ്റി വയ്ക്കുമ്പോൾ ഞാൻ പിന്നെ അത് എടുക്കാൻ നിൽക്കണം. അപ്പോൾ അതായത് പിന്നെ അണ്ടിപ്പരിപ്പ് ഇടുന്നില്ല. മറ്റേ ഉണക്കമുന്തിരി മാത്രം ഇടുന്നു കേട്ടോ. നെയ്യ് ഒഴിക്കുക. നേരത്തെ സേമിയ വറുത്തപ്പോൾ ഞാൻ നെയ്യ് എടുത്തില്ല കേട്ടോ. കാരണം സേമിയ വറുത്ത് കഴിഞ്ഞാൽ ഞാൻ 2-3 ട്രിപ്പ് കഴുകി വെള്ളം കളഞ്ഞിട്ടാണ് പാലിലേക്ക് ഇടുക. അപ്പം അത് കാരണം വെറുതെ നെയ്യാണ്. അപ്പോൾ ഞാൻ വെറുതെ ഓയിൽ നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ ഇട്ടിട്ട് ഒന്ന് സേമിയ വറുക്കുക ചെയ്തു കേട്ടോ. അത് ചൂടായി നെയ്യില്ല. നമ്മുടെ ചെറുങ്ങല്ലായും പിന്നെയും വന്നു. ഉണക്കമുന്തിരി ഇടാൻ പാട്ടോ.
അങ്ങനെ ഇതാട്ടോ പാകം. ഒരുപാട് അങ്ങോട്ട് വല്ലാണ്ട് വെള്ളം പോലെയല്ല, എന്നുവെച്ച് വല്ലാണ്ട് ഇങ്ങനെ കട്ട പോലെ ആയിട്ടില്ല. നമുക്ക് കൊച്ചുങ്ങൾക്കൊക്കെ ഒരുപാട് വെള്ളം പോലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുങ്ങൾ കഴിക്കില്ല. അപ്പോൾ സ്പൂൺ കൊണ്ട് കോരി കൊടുക്കാൻ പാകത്തിനതേ ഇതിങ്ങനെ ഓക്കെ ആയി. തിളച്ച് ഞാൻ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് ഓഫ് ചെയ്യാമെന്ന്. അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ പരിപാടി ഇതും കൂടി ഉള്ളൂ. എന്താ ഈ ഉണക്കമുന്തിരി ഇതുപോലെ ഇങ്ങനെ വറുത്ത് നെയ്യിലാട്ടോ വറുക്കണേ. അങ്ങനെ ഒന്ന് വറുത്ത് കരിയിക്കാൻ നിർത്തിയില്ല. ഇത്തിരി അധികം എടുത്തിട്ടുണ്ട് കേട്ടോ, പിള്ളേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഉണക്കമുന്തിരി. എന്നിട്ട് ഈ നെയ്യപ്പാടെ തന്നെ അതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നിർത്തണം. നെയ്യും അതേ തന്നെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലോണം ഒന്ന് ഇളക്കി ഇതാ നമ്മുടെ പായസം റെഡി. പെട്ടെന്ന് നല്ല എന്താ പറയുക, സിമ്പിൾ ആൻഡ് ടേസ്റ്റി പായസം റെഡിയായി. ഇത്രേ ഉള്ളൂ പണി. അങ്ങനെ പായസം റെഡിയായി. ഒരു 15 മിനിറ്റ് കേട്ടോ, 15 മിനിറ്റ് എടുത്തോളൂ കേട്ടോ ഈ പരിപാടിക്ക് വേണ്ടി. അത് ഇത്രയും നീണ്ടു പോയത് ഇവള് കാരണം കൊണ്ടാണ്. ഇവളൊന്ന് അങ്ങോട്ട് ഓടും ഇങ്ങോട്ട് ഓടും, പിന്നെ ഇവളുടെ പിന്നാലെ നടന്നതുകൊണ്ട് ഇത്തിരി ലേറ്റ് ആയതാ. അപ്പോൾ അത് 3 മണിയാകുമ്പോഴേക്കും പായസം റെഡിയായി. ഇനിയിപ്പോൾ അത് നമുക്കൊന്ന് ചൂടാറാൻ വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ വരുമ്പോഴേക്കും ചൂടാറി വേഗം കഴിക്കും, ആറ്റാൻ നിൽക്കണം. അപ്പൊ ഇന്ന് ഇത്ര ഉള്ള വീഡിയോ. നല്ല വീഡിയോസായിട്ട് പിന്നീട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ എൻ്റെ വീഡിയോസിലെ തെറ്റുകളൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പോരായ്മകളൊക്കെ പരിഹരിച്ച് നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. ടാറ്റ കൊടുത്തേ. ടാറ്റാ. ഓക്കെ.